പത്തരമാറ്റ് നാളത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ ഗുണ്ടകളെല്ലാം പിടിച്ചിട്ട് വല്ലാതെ ഉപദ്രവിക്കുകയായിരിക്കും. നന്ദു ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നുണ്ടാവില്ല. കാലൊക്കെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയായിരിക്കേ. വീട്ടിലാണെങ്കിൽ നയനിയും അതുപോലെ തന്നെ അമ്മയും അച്ഛനൊക്കെ വല്ലാതെ ടെൻഷൻ ആവുമായിരിക്കും വന്നില്ല എന്ന് പറഞ്ഞിട്ട്. നയനയാണെങ്കിൽ ആദർശിനെ വിളിച്ച് പറയുന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ ആദർശും അനിയും ഈ കാര്യം അറിയായിരിക്കും, നന്ദുവിനെ കാണാനില്ല, നന്ദു മിസ്സായി എന്നുള്ള കാര്യം. അപ്പോൾ ആദർശും അനിയാണെങ്കിലും പറയുന്നുണ്ട് നമുക്ക് ചെന്ന് എന്തായാലും അന്വേഷിക്കണം. ഈ സമയം ആദർശാണെങ്കിലും പറയുമായിരിക്കും, നിനക്ക് അറിയാലോ അനാമികയുടെ കാര്യം, ഇനിയിപ്പോൾ അവൾ അതും കൂടി അറിഞ്ഞിട്ട് മതി ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. നീ നന്ദുവിനെ നോക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ട്, ഇപ്പം അതൊന്നും നോക്കേണ്ട സമയമല്ല ഏട്ടാ, നമുക്ക് എന്തായാലും പോയി അന്വേഷിക്കണം, നന്ദുവിനെ രക്ഷിക്കണം എന്നൊക്കെ പറയുമായിരിക്കേ. അപ്പോൾ നന്ദുവിനെ ഇങ്ങനെ കാണാതായിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരിക്കും. നമ്മുടെ നയനയൊക്കെ വല്ലാതെ കാര്യമായിരിക്കും. അമ്മയാണെങ്കിലും ഭയങ്കര കരച്ചിലായിരിക്കും, മല ചവിട്ടി വന്നിട്ട് ഒന്നും ശരിയാവുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. അപ്പോൾ നയനയാണെങ്കിലും അമ്മയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടാവും. മറിച്ച് വീട്ടിലാണെങ്കിൽ വേണു കയറി വരികയാണ് നല്ല സന്തോഷത്തിൽ. എന്നിട്ട് പിന്നെ അനാമികയുടെ അടുത്ത് പറയുമായിരിക്കും, ഇനി നീ നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, അവളുടെ കാര്യം ഒത്തുതീർപ്പായിട്ടുണ്ട് എന്ന് പറയുമായിരിക്കേ. അപ്പോൾ അനാമികയാണെങ്കിലും പറയും, അന്ന് അവൾ ചവിട്ടി എന്നെ താഴെയിട്ട് ചതച്ചത് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, അവളെ വേഗം തീർത്ത് കളയണം എന്ന് പറയുമായിരിക്കും. അപ്പോൾ രേവതിയാണെങ്കിലും ആ ഒരു വേണുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പറയുമായിരിക്കും, അവളെ അപ്പോൾ തീർക്കാനായിട്ട് പ്ലാൻ ചെയ്തു അല്ലേ എന്ന് സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരിക്കും നാളത്തെ വിശേഷങ്ങൾ. ഇതുപോലെയുള്ള പ്രൊമോ വിശേഷങ്ങൾക്കും സീരിയൽ റിവ്യൂസിനും വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. ഗീതാ ഗോവിന്ദം സീരിയൽ, അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള പവിത്രം സീരിയൽ, അതിൻ്റെ എല്ലാം ഞാൻ റിവ്യൂസ് എല്ലാ ദിവസവും ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ ഒന്ന് ചെന്ന് കാണണേ. താങ്ക് യു ഫോർ വാച്ചിങ്.